ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വായിക്കാം, എഴുതാം. ഒരുപാട് സസ്യജന്തു വർഗങ്ങൾ പരസ്പര ആശ്രയത്തോടെ കഴിയുന്നത് ഇവയുടെയെല്ലാം നിലനിൽപ്പിന് അനുകൂല സാഹചര്യമുള്ളതുമായ ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് വനങ്ങൾ. ജൈവവൈവിധ്യത്തിന്റെ കലവറകളായ വനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥ വ്യതിയാനം തടയുന്നതിലും വനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടറുകളായ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്നും വിളിക്കാറുണ്ട്. വനങ്ങൾ വൻതോതിൽ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. 50 വർഷം മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നതിന്റെ പകുതിയോളം കാടുകൾ പോലും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല. വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താനാണ് വനദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. 2012 നവംബറിൽ ചേർന്ന യോഗത്തിൽ മാർച്ച് 21 ലോക വനദിനമായി കൊണ്ടാടാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ഒരു രാജ്യത്തിന്റെ 1/3 പ്രദേശം വനഭൂമിയാകണമെന്നാണ് ശാസ്ത്രീയമായ കണക്ക്. എന്നാൽ ഇത് പല രാജ്യങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം റഷ്യയാണ്. അപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള ഒരു ഭാഗം വായിച്ചു നോക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റിനെ പറയുന്നുണ്ടല്ലേ, ഇവിടെ നോക്കൂ. ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് വനങ്ങൾ. ആൻസർ കിട്ടിയല്ലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വനങ്ങൾ എന്നാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് നോക്കൂ, ഓക്സിജൻ സിലിണ്ടറായ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്നും വിളിക്കാറുണ്ട്. പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടറുകളായ മഴക്കാടുകളെയാണ് അപ്പം ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുള്ളത് അല്ലേ. അപ്പം അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ബി, മഴക്കാടുകൾ. ഓക്കെ, ഇതിന് വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താൻ ആചരിക്കുന്നത് എന്താണ്? വനദിനമാണല്ലേ. ആൻസർ എന്താണ്? വനദിനം. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം ലാസ്റ്റ് പറഞ്ഞു വായിച്ചു അല്ലേ നമ്മൾ. ഏതായിരുന്നു? അതെ, റഷ്യയാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, റഷ്യ. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് പറയുന്നുണ്ടല്ലേ ഇവിടെ. എത്രയുടെ ഡേറ്റ് എത്രയാണ്? മാർച്ച് 21 അല്ലേ. ആൻസർ ഓപ്ഷൻ സി, മാർച്ച് 21. എളുപ്പമാണല്ലേ ഇത് ചെയ്യാൻ. നെക്സ്റ്റ് നോക്കൂ, രണ്ടാമത് ഏലൊരു കുറിപ്പാണ്. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയെപ്പോലെ നിങ്ങൾ രൂപമാറ്റം നടത്തുന്നതായി സങ്കല്പിച്ചിട്ടുണ്ടോ? കുറിപ്പായിട്ട് എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതി, അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയെ പോലെ നിങ്ങൾ രൂപമാറ്റം നടത്തുന്നതായി സങ്കല്പിച്ചിട്ട് ഒരു കുറിപ്പാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. ക്ലാസ് മുഴുവൻ വീർപ്പടക്കിയിരിക്കുകയാണ്. കാരണം എന്തായിരുന്നു? അപ്പുകുട്ടൻ്റെ ബാഗിലെ ഗോട്ടികൾ മാസ്റ്റർ കണ്ടു. അപ്പുകുട്ടനെ മാസ്റ്റർ ശിക്ഷിക്കുമോ എന്ന ഭയം. ബാഗിലെ ഗോട്ടികളെല്ലാം ക്ലാസ്സിൽ ചിതറി വീണു. മാസ്റ്റർ ക്ലാസ്സിലേക്ക് കയറി വന്നു. എന്തുകൊണ്ടായിരുന്നു കൂട്ടുകാരെ ക്ലാസ് മുഴുവൻ വീർപ്പടക്കിയിരിക്കുന്നതിനുള്ള കാരണം? ബാഗിലെ ഗോട്ടികൾ ക്ലാസ് ഗോട്ടികളെല്ലാം ക്ലാസ്സിൽ ചിതറി വീണു അല്ലേ. ബാഗിലെ ഗോട്ടികളെല്ലാം ക്ലാസ്സിൽ ചിതറി വീണു. ഓക്കെ, ഇതിന് രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. ചെമ്പകപ്പൂവായി മാറിയ കുട്ടി ചെയ്ത കാര്യങ്ങളിൽ പെടാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 1, ഇളങ്കാറ്റിനൊപ്പം തലകുലുക്കി. 2, ഇതളുകൾ വീഴ്ത്തി അമ്മയെ നോക്കി. 3, അമ്മ വായിച്ച ഗ്രന്ഥത്തിൽ കുഞ്ഞുനിഴൽ വീഴ്ത്തി. 4, തലയാട്ടി പൂമ്പാറ്റകളെ വിളിച്ചു വരുത്തി. അപ്പോൾ അത് ഓപ്ഷൻ നോക്കൂ, 4 മാത്രം ശരി. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? അതെ, 4 മാത്രം ശരി എന്നുള്ളതാണല്ലേ. ഞാൻ ചുവടെ കൊടുത്ത 3A, 3B എന്നീ 2 ചോദ്യങ്ങളിലും ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, കഥാപാത്ര നിരൂപണമാണ്. അതിലുണ്ട് വാത്സല്യത്തിൽ പാനിലാവും, പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്നു ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശങ്ങൾ ഇരുമുണ്ട്. കവിത വായിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന വലിയമ്മയുടെ രൂപം, സ്വഭാവ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കഥാപാത്ര നിരൂപണം ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം.
വാത്സല്യത്തിന്റെ പര്യായം കവിതയിലെ വരികളിലൂടെ തെളിയുന്ന വലിയമ്മ എന്ന കഥാപാത്രം സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ്. അതിരില്ലാത്ത വാത്സല്യമാണല്ലേ വലിയമ്മയുടെ. അതായത് വലിയമ്മയുടെ സ്നേഹത്തെ കവി വിശേഷിപ്പിക്കുന്നത് വാത്സല്യത്തിന്റെ പാൽനിലാവ് എന്നാണ്. നിലാവിനെ പോലെ പരിശുദ്ധവും കുളിർമയേകുന്നതുമാണ് അവരുടെ സ്നേഹം. കുട്ടിക്ക് പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ ചിത്രം അവരുടെ ആഴത്തിലുള്ള കരുതലാണ് കാണിക്കുന്നത്. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോൾ വലിയമ്മയുടെ കൈകളുടെ സ്പർശനം പോലും കുട്ടിക്ക് വലിയ ആശ്വാസവും തണുപ്പും പകരുന്നു. ചുരുക്കത്തിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ താങ്ങും തണലുമായി നിൽക്കുന്ന അമ്മയ്ക്കും അപ്പുറമുള്ള വാത്സല്യം ചൊരിയുന്ന ഒരു ഉദാത്തമായ കഥാപാത്രമാണ് വലിയമ്മ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നോക്കൂ, ലഘു ഉപന്യാസമാണല്ലേ. മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ്. ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിച്ചില്ല. പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ ഇടപെടലിനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ സൂചകങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ, അതുപോലെ മനുഷ്യന്റെ ഇടപെടല്, ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റം, ജലക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, ജീവിവർഗങ്ങളുടെ വംശനാശം. അപ്പൊ ഇത്രയും ഹിൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലഘു ഉപന്യാസം തയ്യാറാക്കാം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഉപന്യാസത്തിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. പ്രകൃതിയും മനുഷ്യരും എന്ന് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ ആദ്യം കൊടുക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. മാറുന്ന ആവാസ വ്യവസ്ഥ, മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുന്ന നീർത്തടങ്ങൾ അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുള്ളവയായിരുന്നു. എന്നാൽ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ട പ്രകൃതിയെ മനുഷ്യൻ സ്വന്തം സ്വാർത്ഥതയ്ക്കായി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സസ്യങ്ങളും ജന്തുക്കളും പരസ്പര ആശ്രയത്വത്തോടെ കഴിയുന്ന വനങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ. ഇവ പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടറുകളായി ഭൂമിയുടെ ശ്വാസകോശമായും അറിയപ്പെടുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടെ ഭൂമിയിലുണ്ടായിരുന്ന വനങ്ങളുടെ പകുതിയോളം മനുഷ്യൻ നശിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്രീയമായ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ 1/3 ഭാഗം വനമായിരുന്നെങ്കിലും പല രാജ്യങ്ങളും ഇത് പാലിക്കുന്നില്ല. വനങ്ങൾ നശിപ്പിക്കപ്പെടുന്ന ജൈവവൈവിധ്യത്തിന്റെ കലവറകളെ ഇല്ലാതാക്കുന്നു. ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുകയും ആവാസ വ്യവസ്ഥയിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. വനശോഷണം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു. ഇത് കഠിനമായ ജലക്ഷാമത്തിലേക്കും അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങളിലേക്കും വഴിമാറുന്നു. വനങ്ങൾ നശിക്കുന്നതോടെ അനേകം സസ്യജന്തുക്കൾക്ക് അവയുടെ സ്വാഭാവികമായ വാസസ്ഥലം നഷ്ടമാവുകയും അവ വംശനാശത്തിന്റെ വക്കിലെത്തുകയും ചെയ്യുന്നു. നമ്മുടെ നിലനിൽപ്പിന് വനങ്ങളും പ്രകൃതിയും അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിക്ക് മേലുള്ള അമിതമായ കടന്നുകയറ്റം അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഭൂമി നശിച്ചു പോകും. അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. അപ്പോൾ ഇതുപോലൊരു കൺക്ലൂഷനും കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചനയിലേക്ക് ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമുക്ക് ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പ്രതികരണക്കുറിപ്പും താരതമ്യക്കുറിപ്പുമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം, വന്നു പിറന്നത് ചെന്നിന മൂലം വാളു കണക്കൊരു തീനാളം. തീനാളം എന്ന വാക്ക് ഇവിടെ തീനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ചിന്തകൾ ഉരസുമ്പോൾ ഉണ്ടാകുന്ന തീനാളം എന്താണ്? നിങ്ങളുടെ പ്രതികരണങ്ങൾ കുറിപ്പായി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ കൂട്ടുകാരെ കവിതയിലൂടെ പറയുന്നത്? അതായത് അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ് ഈ കവിതാഭാഗത്ത് തീനാളം അല്ലേ. അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ് ഈ കവിതാഭാഗത്ത് തീനാളം എന്ന വാക്ക്. കേവലം കത്തുന്ന അഗ്നിയെ മാത്രമല്ല സൂചിക്കുന്നത്, പിന്നെ എന്തിനെയാണ്? അതിന് ആഴത്തിലുള്ള മറ്റ് അർത്ഥതലങ്ങളുണ്ട്. മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കീഴടക്കുന്നതിനെയാണ് ഇവിടെ തീനാളം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിന്തകൾ ഉരസിടും അക്കാലം എന്ന വരിയിലൂടെ കവി അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണങ്ങളും ചിന്തകളും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ്. കല്ലുകൾ തമ്മിലുരസി തീ കണ്ടുപിടിച്ചതുപോലെ ചിന്തകൾ തമ്മിലുരസുമ്പോൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാട്ടിൽ കഴിഞ്ഞിരുന്ന ആദിമ മനുഷ്യൻ തീ കണ്ടെത്തിയതോടെയാണ് അവന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടായതല്ലേ. അപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഭക്ഷണത്തിനും ഈ തീനാളം വഴിത്തിരിവായി. ഈ ചെന്നിനമേലും വാളുകണക്കൊരു തീനാളം എന്നത് വിനാശകാരിയല്ല, മറിച്ച് എന്താണ്? അന്ധകാരത്തെ മാറ്റുന്ന പ്രകാശമാണ്.
ചുരുക്കത്തിൽ മനുഷ്യന്റെ പരിണാമ ദിശയിൽ അറിവും ചിന്തയും അവനെ എത്രത്തോളം ഉയർത്തി എന്നതിൻ്റെ മനോഹരമായ പ്രതീകമാണ് ഈ കവിതാഭാഗത്തെ തീനാളം. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക, നിങ്ങളുടേതായ പ്രതികരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലൊരു കുറിപ്പ് എഴുതുക. ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. താരതമ്യ കുറിപ്പാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കാറ്റും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേക്കി കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. വൈലോപ്പിള്ളിയുടെ വരികളാണല്ലേ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കൂ. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ യടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. തിരുനെല്ലൂർ കരുണാകരന്റെ വരികളുമാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? അധ്വാനത്തിന്റെ മഹത്വമാണോ കവിതാഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നത്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അല്ലേ. താരതമ്യ കുറിപ്പാണല്ലേ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. വൈലോപ്പിള്ളിയുടെയും തിരുനെല്ലൂർ കരുണാകരന്റെയും കവിതാഭാഗങ്ങൾ എന്താണ്? ആ മനുഷ്യന്റെ അധ്വാനത്തിന്റെയും അതിന്റെ സർഗാത്മകമായ ഫലങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ വരികളിൽ പറയുന്നത് പ്രകൃതിയിലെ പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്ത് മണ്ണിൽ കനകക്കതിരുകൾ വിളയിക്കുന്ന കഠിനാധ്വാനത്തെയാണ് ഇവിടെ കവി പ്രകീർത്തിക്കുന്നത്. കൂടാതെ ഇരുമ്പിനെ ഉരുക്കി പലവിധ ഉപകരണങ്ങളാക്കി മാറ്റുന്നതിലൂടെ മനുഷ്യൻ നടത്തുന്ന വ്യാവസായികമായ മുന്നേറ്റത്തെയും ഈ വരികൾ സൂചിപ്പിക്കുന്നു. തിരുനെല്ലൂർ കരുണാകരന്റെ വരികളിലൂടെ പറയുന്നത് കഠിനമായ പാറക്കൂട്ടങ്ങൾ പോലും മനുഷ്യന്റെ അധ്വാനത്തിന് പിന്നിൽ തകരുന്നതായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. പുതുമണ്ണിന്റെ പുതുകാർദ്രതയോടെ മണ്ണിലിറങ്ങി പണിയെടുക്കാനുള്ള ആവേശവും താല്പര്യവുമാണ് ഇവിടെ തെളിയുന്നത്. രണ്ടു കവികളും അധ്വാനത്തെ പവിത്രമായിട്ട് കാണുന്നു. പ്രകൃതിയുടെ പ്രതിരോധങ്ങളെ മറികടന്ന് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് അവന്റെ അധ്വാനമാണെന്ന് ഈ വരികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക. ഇനി ഡയറി കുറിപ്പാണല്ലേ എഴുതാനുള്ളത്. നോക്കാം നമുക്ക്. ഹെലൻ കെല്ലറുടെ ജീവിത കഥ വായിച്ച ദിവസം നിങ്ങൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് എപ്രകാരമായിരിക്കും? എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി കുറിപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡേറ്റും ഡേയൊക്കെ എഴുതണം, തീയതി എഴുതുക, ദിവസം എഴുതുക. എന്നിട്ട് എഴുതാം, ഇന്ന് ഹെലൻ കെല്ലറുടെ ജീവിതകഥ വായിച്ചു. മനസ്സ് നിറയെ അത്ഭുതവും ആദരവുമാണ് തോന്നുന്നത്. കാഴ്ചയും കേൾവിയും ഇല്ലാതിരുന്നിട്ടും നിശ്ചയദാർഢ്യം കൊണ്ട് ലോകം കീഴടക്കിയ ജീവിതം എനിക്ക് വലിയൊരു പ്രചോദനമാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ പോരാടാൻ ഹെലന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി സള്ളിവർ എന്ന അധ്യാപികയുടെ കരുതലും എന്നെ സ്പർശിച്ചു. ജീവിതത്തിൽ എന്ത് തടസ്സമുണ്ടായാലും ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ എനിക്ക് ഈ വായന കരുത്ത് നൽകുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായനാ അനുഭവമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു കഥയുടെ വായനാ അനുഭവം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വായനാ അനുഭവം തയ്യാറാക്കുക. ഒരു വായനാ അനുഭവം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വായനാ അനുഭവം തയ്യാറാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചിട്ട് ഇവിടെ ഒന്നിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വായനാനുഭവം നോക്കാം. ഞാൻ വായിച്ച കഥ മുതിരവർത്തമാനം എന്നതാണ്. ഇത് വളരെ രസകരമായൊരു ബാലസാഹിത്യ കൃതിയാണ്. കഥയുടെ പ്രധാന കഥാപാത്രം ഒരു കുട്ടിയാണ്. കുട്ടിയുടെ കുശാഗ്ര ബുദ്ധിയും വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഥയിൽ ചെറിയൊരു പച്ചമുത്ത് അഥവാ മുതിര ഉള്ള ഒരു സന്ദേശം കുട്ടി മുഴുവൻ ഗ്രാമത്തിലും എങ്ങനെയാണ് പഠിപ്പിച്ചെന്ന് രസകരമായി പറയപ്പെടുന്നു. ഈ കഥ വായിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ചിരിക്കുകയും മറ്റു ചില ഭാഗങ്ങളിൽ ആശ്ചര്യപ്പെടുകയും ചെയ്തു. കഥയുടെ അവസാനം ഒരു നല്ല ബോധം നൽകുന്നു. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രഭാവം സൃഷ്ടിക്കാമെന്ന്. ഈ കഥ വായിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഈ കഥ എൻ്റെ വായനാനുഭവം വളരെയധികം മനോഹരമാക്കി. ഇനി കൂടുതൽ ബാലസാഹിത്യ പുസ്തകങ്ങൾ വായിക്കണമെന്ന ആഗ്രഹം കൂടി തോന്നിച്ചു. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് ഇതുപോലൊരു വായനാനുഭവം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി